ഹായ് കൂട്ടുകാരെ, ഇത് കണ്ടോ എപ്പേഷ്യ. ഈ എപ്പേഷ്യ നിൽക്കുന്നത് ഇതിൻ്റെതായ ഒരു പോട്ടിംഗ് മിക്സിലോ ഒരു ചട്ടിയിലോ ഒന്നുമല്ല കേട്ടോ. ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഇതൊരു ഓർക്കിഡ് ചട്ടിയിലാണ് കേട്ടോ. ഓർക്കിഡാണിത്. ഓർക്കിഡിൻ്റെ ചട്ടിയിലാണ് ഇത് നിൽക്കുന്നത്. ഇത് വിത്ത് വീണ് മുളയ്ക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം എൻ്റെ കയ്യിൽ നേരത്തെ കുറച്ച് എപ്പേഷ്യ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് അതിന് ശേഷം എൻ്റെ ചട്ടികളിൽ മുളച്ച് വന്നാണ്. ഈ ഓർക്കിഡിൻ്റെ ചട്ടികളിൽ ഇതിങ്ങനെ മുളച്ച് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇത് എടുത്ത് കളയുമായിരുന്നു. പക്ഷേ കളയുന്നതിനേക്കാൾ കൂടുതൽ വീണ്ടും മുളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ കളയാൻ പോയില്ല, അവിടെ തന്നെ നിർത്തി. ഇപ്പം നോക്കിയാൽ ഫുള്ളായിട്ട് വിരിഞ്ഞു, പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നു. ഇതെല്ലാം വിത്ത് മുളച്ചതാണ് കേട്ടോ. ഓർക്കിഡിൻ്റെ വളം ഇവർക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം ഇവർ ഇത്ര ഇങ്ങനെ ബുഷിയായിട്ട് വന്നത്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഈ ചട്ടിയിൽ മാത്രമല്ല കേട്ടോ, ഇവർക്ക് പൂക്കൾ ഇവിടെ വിത്ത് മുളച്ച് കിട്ടിയതെല്ലാം ഇതേ ഒരു കളർ തന്നെയാണ് കേട്ടോ. അത് റെഡാണോ എന്ന് ചോദിച്ചാൽ അതല്ല, എങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡാണിതിന്. ശരിക്കും ഒരു ഓറഞ്ച് കളറാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇതിൻ്റെ ഇലകൾക്ക് വ്യത്യാസമുണ്ട്. ഇത് ഈ ഇല കണ്ടോ, ഒരു സിൽവർ ടച്ച് ഉണ്ട് ഈ ഇലയ്ക്ക്. ഈ ഇല കണ്ടോ, ഈ ഇലയ്ക്ക് ഗ്രീനിഷാണ് കൂടുതൽ, നല്ല ഗ്രീൻ കളറാണ്. ഇതാ കണ്ടോ, ഇതിന് ഇങ്ങനെ വരുന്നത് കണ്ടോ, സിൽവർ ടച്ചായിട്ട് വരുന്നത്. ഇത് കൂടാതെ കുറച്ചുകൂടി കളർ വ്യത്യാസമുള്ളൊരു ഈ ഗ്രീൻ കളറ് കുറച്ചുകൂടി ലൈറ്റായിട്ട്, ഇതിൻ്റെയും പൂവ് ഓറഞ്ച് തന്നെയായിട്ടാണ് കേട്ടോ വന്നത്, കണ്ടില്ലേ. പിന്നെ ഇതിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ട് മറ്റൊരു കളറ് കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കിയേ, കണ്ടോ ഈ കളറ്. ഇത് പൂവ് ഇതുമ്പോൾ വിരിഞ്ഞിട്ടില്ല. പൂ വിരിയുമ്പോൾ എന്താണ് കളർന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഇലയ്ക്ക് നല്ല വ്യത്യാസം കണ്ടില്ലേ. ഇതുപോലെ തന്നെ ഇതാ മറ്റൊരു ചട്ടിയിൽ കൂടി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പൂവും അതേ ഓറഞ്ച് കളർ തന്നെയാണ്. പക്ഷേ ഇലയ്ക്ക് ഒരല്പം വ്യത്യാസമുണ്ട് കേട്ടോ, മറ്റുള്ള ഇലകളിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവില്ലേ, ഇതിനു വേണ്ടി പ്രത്യേകിച്ചൊരു പോട്ടിംഗ് മീഡിയോ ചട്ടിയോ ഒന്നും വേണ്ടാന്നും ഇങ്ങനെ വളർത്താനൊന്നും. ഓക്കെ, ബൈ.